ഒരു ഡൈനാമിക് ആയിട്ടുള്ള നമ്മൾ ഇൻവെന്റ് ചെയ്യുന്നില്ല. ഡൈനാമിക് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്റ്റാറ്റിക് ഡൈനാമിക് നിങ്ങൾ കോഡിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കോഡ് ചെയ്യുന്ന സമയത്തുള്ളതാണ്. കോഡിങ്ങിൽ സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഉണ്ടാവും, ഡൈനാമിക് വെബ്സൈറ്റ് ഉണ്ടാവും. ഡൈനാമിക്കിൻ്റെ പ്രത്യേകത എന്താ? ഉണ്ടാക്കി വെച്ചതല്ല, അതിൽ നമുക്ക് മാറ്റങ്ങൾ അപ്പം നമുക്ക് വരുത്താൻ പറ്റുന്ന ഒരു ഡാഷ്ബോർഡും കൂടെ ഉണ്ടാവും. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റരുത്. ഒരു സോഫ്റ്റ്വെയർ ആവുന്ന സമയത്ത് നമുക്ക് അപ്ഡേഷൻസ് വേണ്ടിയിട്ടില്ലേ? ഓരോ സമയത്തും അപ്ഡേഷൻ വേണ്ടി വരും. നമ്മുടെ ഫോണിലൊക്കെ പഴയ ഫോൺ നമ്മൾ ഉപയോഗിക്കാത്തത് എന്താ? പഴയ അപ്ഡേഷനുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇത് വേണ്ട, നമുക്ക് പുതിയ ഫോൺ തന്നെ വാങ്ങാം എന്ന് നമ്മൾ പറയണില്ല സ്വാഭാവികമായിട്ടും. ആ സംഗതി നമ്മളിലും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ ഡാഷ്ബോർഡ് ഉണ്ടാക്കുക, നമ്മുടെ ഡാഷ്ബോർഡിനെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏത് കാലം വന്നാലും, ഏത് AI വന്നാലും, AIൻ്റെ അപ്പുറത്തുള്ള സൂപ്പർ AI വന്നു കഴിഞ്ഞാലും ഡാഷ്ബോർഡ് അനുസരിച്ച് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള റിസൾട്ടും അതേപോലെ മാറും. നേരെ മറിച്ച് നമ്മളെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആക്കി നമ്മളൊരു സെർട്ടൻ സ്കില്ല് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്നോ നോക്കിയതിൻ്റെ മറ്റേ ചെറിയ സെറ്റില്ലേ, ആ സെറ്റായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഏജ് കഴിഞ്ഞു.